കുറേ നാളുകളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് എൻ്റെ പ്രേക്ഷകരായ ആളുകൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണമെന്ന്. ഇൻഷാ അള്ളാ 1,00,000 രൂപ സമ്മാനം നിങ്ങൾക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. വീഡിയോ ഷെയർ ചെയ്യലോ ലൈക്ക് അടിക്കലോ കമൻ്റൊന്നുമല്ല. ഈ കാണുന്ന പോസ്റ്റ് കണ്ടോ? മലയാളത്തിൽ ഒരു പ്രശസ്ത നടി ഇസ്ലാം മതം സ്വീകരിച്ചാൽ അവർക്ക് ഓഫർ വന്നത് 100 കോടി രൂപയാണ്. 50,000 1,00,000 50 ലക്ഷമോ ഒന്നുമല്ല, 100 കോടി രൂപ ഓഫർ വന്നു. ഏതാണ് ആ നടി എന്ന് പറഞ്ഞാൽ വെറുതെ പറയരുത്. തെളിവടക്കം തരണം. അവർക്ക് വന്ന ഓഫർ മെസ്സേജ് ആണോ, അവർക്കെല്ലാം മെയിൽ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു തെളിവ്. മാധവിക്കുട്ടിയുടെ പേരും പറഞ്ഞ് വരേണ്ട, KP അഹമ്മദ് ഒറ്റക്കാലെ കുത്തി മേലോട്ട് ചാടിയിട്ട് സമതാനിയുടെ പേരും പറഞ്ഞ് വന്നിരുന്നു. അപ്പോൾ കാരശ്ശേരി മാഷ്, മാധവിക്കുട്ടി ജീവിച്ചിരുന്ന കാലത്ത് മാധവിക്കുട്ടിയോട് വളരെയധികം ബന്ധമുള്ളായിരുന്നു കാരശ്ശേരി മാഷ്. കാരശ്ശേരി മാഷ് തന്നെ പറഞ്ഞു, അവരങ്ങനെ പൈസ കൊടുത്താലൊന്നും വീടുന്ന സ്ത്രീയല്ല. അവർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ചത് ദുഃഖം, സങ്കടം, വ്യസനമായി പോയെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞതിൻ്റെ ഒരു തെളിവ് കാണിക്കാവോ? ഈ വാക്ക് സാമർത്ഥ്യമുള്ള കുറേ ആളുകൾ അവരുടെ മരണാനന്തരം ഇനി അവരൊന്നും പറയത്തില്ലല്ലോ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ഇസ്ലാം വേണ്ടായിരുന്നു, ഞാൻ പെട്ടുപോയി എന്ന് പറഞ്ഞു എന്ന വ്യാജം പറയുന്നല്ലാതെ എന്തെങ്കിലും ഒരു തെളിവ് മാന്യമായിട്ട് ചോദിക്കാൻ തന്നാൽ ആ തെളിവ് എൻ്റെ മെസ്സഞ്ചറിലേക്ക് അയക്കുക. നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പരും കൂടെ അയക്കുക. 1,00,000 രൂപ ഇൻഷാ അള്ളാഹ് നിങ്ങളാക്കുക. ഇതിനകത്ത് 24 മണിക്കൂർ 48 മണിക്കൂറൊന്നുമില്ല. ഖിയാമത്ത്, ലോകാന്ത്യം, ലോകത്തിൻ്റെ അവസാനത്തിന് മുമ്പ് എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഇതിന് സാധ്യമായാൽ നിങ്ങൾ അയക്കുക. ഇൻഷാ അള്ളാഹ് സമ്മാനത്തുക ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ അയക്കും. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ മരണാനന്തരം വേണ്ടപ്പെട്ട ആളുകളോട് ഞാൻ വസീയത്ത് ചെയ്തിട്ടുണ്ട്, ആ പൈസ കൊടുത്തേക്കണം. ഏതെങ്കിലും ഒരുത്തൻ അതിന് സന്നദ്ധമാണ് എങ്കിൽ ആ തെളിവായി ചേരുക. എൻ്റെ ഫോൺ നമ്പർ ആരുടെയൊക്കെ ചോദിച്ചാൽ, ഈ പരസ്യമായിട്ട് പറയാത്തത് പേടിച്ചിട്ടല്ല, അതെല്ലാവരും കയ്യിൽ ആയി പോകുന്നു വിചാരിച്ചിട്ടാണ്. എൻ്റെ മെസ്സഞ്ചറിൽ വന്നാൽ എൻ്റെ നമ്പർ തരാം, അല്ലെങ്കിൽ എൻ്റെ മെസ്സഞ്ചറിലേക്ക് ഈ തെളിവ് അയച്ചു. ഏത് സ്ത്രീയാണ് സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഞാൻ ആലോചിക്കുകയാണ്, നിങ്ങളെക്കുറിച്ച് ആളുകൾ എന്താ വിചാരിക്കുക? ഈ മനുഷ്യൻ ബുദ്ധിശൂന്യനായി ഇങ്ങനെ വന്ന് ഈ ഒരു പാർട്ടിയുടെ ഭാഗമാകുമ്പോൾ ബുദ്ധിശൂന്യനാകുന്നതാണോ, അതല്ല മുമ്പേ ബുദ്ധിശൂന്യന്മാർ ഇതിലേക്ക് വരുന്നതാണോ? ഈ ചോദിക്കാൻ കാരണം അറിയാമോ? നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ വേണ്ടി മോഷണം നടത്തുന്ന ആളുകളുണ്ട്, കളവ്, വഞ്ചന, ചതി, അല്ലെ, അങ്ങനെയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. അവന്മാർ ഇങ്ങനെ ചിന്തിച്ചാൽ പോരെ? എന്താണ് ഈ സ്വന്തം ജീവൻ പണയം വെച്ച് അർദ്ധരാത്രി പോയിട്ട് മോഷ്ടിക്കുന്നത്? എന്തിനാണ്? ഇസ്ലാം മതം സ്വീകരിച്ചാൽ 1 കോടി രൂപ അല്ലെങ്കിൽ 100 കോടി രൂപ സുഖം പരിപാടി. ഞാൻ മുസ്ലിം ആകാൻ തയ്യാറാണ്, എനിക്ക് ഇത്ര പൈസ തരണം. അപ്പം പൈസ അങ്ങോട്ട് കൊടുക്കുന്നു, അയാൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നു. ഉടനെ അയാൾ പൈസ മേടിച്ച പോക്കറ്റ് ഇട്ടിട്ട് അയാൾ ആളുകളെ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ നിസ്കരിച്ച് ഇങ്ങനെ നടക്കുക, തൊപ്പിയൊക്കെ വെച്ച് നടക്കുക. അയാൾ സ്വന്തം വിശ്വാസം കൊണ്ട് നടക്കുക. വിശ്വാസം മനസ്സിലുള്ള കാര്യമില്ലടാ ചങ്ങായി. എന്തോ ഒരു മണ്ടത്തരം ഈ പറയുന്നത്. അങ്ങനെ 100 കോടി 200 കോടിയൊക്കെ കൊടുത്തിട്ട് ഒരാൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ട്? പറയുന്നത് കേൾക്കുന്നവന്മാർക്കോ വെളിവില്ല. അതിനനുസൃതമായിട്ട് നിങ്ങൾ പറയുകയും ചെയ്യുന്നു. പക്ഷേ എല്ലാവരും നിങ്ങൾ കേട്ടിരിക്കുന്ന മനുഷ്യരില്ല അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കരുത്. ഇവിടെ മലയാളികൾക്ക് അത്യാവശ്യം ബോധവും ബുദ്ധിയൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ആർക്കെങ്കിലും അതിന് കഴിവെങ്കിൽ വേഗം അയച്ചോളി.